ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോകം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത് ആരോഗ്യം തന്നെയാണ്. കാരണം ആരോഗ്യം അത് ശരിയായിട്ട് നമ്മൾ ആരോഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നു. അപ്പോൾ അതുപോലെ ആഹാരം അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ശരീരവും മനസ്സും, ശരീരത്തിന് നല്ല ആരോഗ്യം വേണമെന്ന് പറയുമ്പോൾ അതിന് നല്ല സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക തന്നെ വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് മാംസാഹാരങ്ങളൊക്കെ കഴിക്കുന്ന ഈ ഒരു ലോകത്ത് അത് തന്നെയാണ് പല പല ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതി നമുക്ക് പറഞ്ഞിരിക്കുന്നത് സസ്യാഹാരങ്ങളാണ് ശരിക്കും. അപ്പോൾ സസ്യാഹാരങ്ങൾ, വെജിറ്റേറിയൻ ഫുഡ് ആശ്രയിക്കുന്ന ഒരാൾക്ക് അധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യം അത് നമ്മൾ നല്ല ആഹാരത്തിലൂടെ, സാത്വിക ആഹാരത്തിലൂടെ കിട്ടുമ്പോൾ, എന്നാൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രം പോരല്ലോ, മാനസികമായിട്ടുള്ള ആരോഗ്യവും വളരെ പ്രധാനമുള്ളതാണ്. കാരണം ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഈ ആയുരാരോഗ്യ സൗഖ്യം ശരീരത്തിൻ്റെ മാത്രം സുഖമല്ല, മനസ്സിൻ്റെ സുഖവും കൂടെ പ്രധാനമാണ്. അപ്പോൾ മനസ്സിന് എങ്ങനെ സുഖം നേടിയെടുക്കാം, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പലതും ചെയ്യുന്നു, അതിനുവേണ്ടി പല സുഖങ്ങളുടെ പുറകെ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ നമ്മൾ ഓടി നടക്കുന്നു. എന്നാൽ അവിടെ ആ ഒരു സുഖത്തിന് പുറകെ പോകുമ്പോഴാണ് അതിൻ്റെ പുറകെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളത്. ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാൾക്ക് അത് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അഡിക്ഷൻ ഉണ്ടാവും. അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ. പിന്നെ അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നല്ല ഒരു മരുന്നാണ്, ഭേഷജവുമാണ്, ഭിഷക്കുമാണ്. അതായത് ഡോക്ടറുമാണ്, വൈദ്യനുമാണ്, ഔഷധവുമാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പാരായണം, അതിൽ അത് എന്നും രാവിലെ ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ജനറേഷന് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ടെക്നോളജി ഒരുപാട് കൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കത് ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു മനസ്സും ശരീരവും വേണം. ആ ഒരു അറിവ് നമ്മൾ നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ കൈപിടിച്ച് ഈ ഒരു വിഷ്ണു സഹസ്രനാമം ദിവസേന ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ആരോഗ്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വിഷ്ണു സഹസ്രനാമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അത് നമുക്ക് കിട്ടിയത് ഭീഷ്മാചാര്യനിലൂടെയാണ്. ഭീഷ്മാചാര്യർ ശരശയിൽ കിടക്കുമ്പോൾ 10ാമത്തെ ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ 10ാമത്തെ ദിവസമാണ് ഭീഷ്മാചാര്യർ ശരമേറ്റ് വീണത്. അപ്പോൾ അതിൽ 10 ദിവസം തൊട്ട് 52 ദിവസം വരെ ആ ശരശയിൽ തന്നെ കിടന്നു. അപ്പോൾ ആ കിടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ധർമ്മപുത്രർ ഈ സ്വന്തം ബന്ധുക്കളെയൊക്കെ ഒരുപാട് ഈ യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ കൊല്ലാനും ഒക്കെ കൊല്ലുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു കുറ്റബോധം, അത് ഒരുപാട് ധർമ്മപുത്രരെ തളർത്തിയിട്ടുണ്ടായിരുന്നു യുധിഷ്ഠിരന്. അപ്പോൾ ആ യുധിഷ്ഠിരന് തൻ്റെ മാനസികമായിട്ടുള്ള ഒരു നല്ല നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഉപദേശം നൽകാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനെ, അല്ലെങ്കിൽ ധർമ്മപുത്രരെ ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഭീഷ്മാചാര്യർ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നൽകുന്നു. അതിൻ്റെ കൂടെ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ ആ ഒരു വിഷ്ണു സഹസ്രനാമം നമുക്കും പലതരത്തിലുള്ള മാനസിക, ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെയും ഉയർത്തും എന്നുള്ള ഒരു അറിവോടുകൂടി നമുക്ക് ജപിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ
531 മുതൽ 540 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാം. ആ ഗുരു പരമ്പരയെ വന്ദിക്കുന്നു. അപ്പോൾ 531 മുതൽ ഉള്ള നാമങ്ങൾ മഹർഷി കപിലാചാര്യ കൃതജ്ഞോമേ ദിനീപതി ത്രിപദശ്രീദശാധ്യക്ഷോ മഹാശങ്ക കൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണക്കനകങ്കദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്ര ഗദാധര. ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ ഇന്ന് അർത്ഥമൊക്കെ നോക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് 531 നാമം നോക്കാം. കപിലാചാര്യ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് കപില മഹർഷിയായിട്ട് അവതാരം എടുത്തത്. അപ്പോൾ ഭഗവാന്റെ ഒരു മഹാനായ ഋഷി കപില മഹർഷി ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ശുദ്ധ തത്വവിജ്ഞാനത്തിൻ്റെ ആചാര്യനാണ്. കാപിലയോപാഖ്യാനം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ തന്നെ അടിത്തറയായിട്ടുള്ള കാപിലോപാഖ്യാനം നമുക്ക് തന്നത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കപില ഭഗവാനാണ്. ആ കപിലം ഒരു മഹർഷി തന്നെയാണ്. അപ്പോൾ സാംഖ്യശാസ്ത്രമാണ് കപിലൻ മുന്നോട്ട് വെച്ച ആ ഒരു ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് കപിലശാസ്ത്രം അല്ലെങ്കിൽ കാപിലയോപാഖ്യാനം. അപ്പോൾ ഋഷി തന്നെയാണ്, ഋഷിരൂപത്തിൽ ജനിച്ചതാണ് ഭഗവാൻ കപിലനായിട്ട് എന്ന് പറയുന്നു. സിദ്ധാനാം കപിലോ മുനി എന്ന ചാപ്റ്റർ 10 26 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 532 നാമം കൃതജ്ഞ. അപ്പോൾ കൃതത്തെ അറിയുന്നവൻ, അപ്പം ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൻ. അപ്പോൾ ജീവന്മാർ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പുണ്യകർമ്മവും പാപകർമ്മവും. അപ്പോൾ ആ ജീവന്മാർ പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അന്തര്യാമിയായിട്ട് ശരീരത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ എല്ലാം അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ മഹാവിഷ്ണു തന്നെയാണ് സൂര്യനും ചന്ദ്രനും യമനും കാലനും പഞ്ചഭൂതങ്ങളും അങ്ങനെ 9 രൂപങ്ങൾ സ്വീകരിച്ച് സാക്ഷിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് സൂര്യൻ, ചന്ദ്രൻ, യമൻ, അതുപോലെ കാലം, അതുപോലെ പഞ്ചഭൂതങ്ങളെല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ കർമ്മസാക്ഷിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു എന്ന് പറയുന്നു. ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ജഗത്ത്. ആ ജഗത്തിനെ അറിയുന്നവനാം ആയ ആത്മാവും ഈ ജഗത്തായിട്ടും വർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എല്ലാം ഭഗവാനാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. 533 നാമം മേദിനീപതി. മേദിനിയുടെ അതായത് ഭൂമിയുടെ നാഥൻ, അതാണ് പിന്നെ ഭഗവാന്റെ വേറൊരു നാമം. മധു കൈടഭൻ എന്നുള്ള 2 അസുരന്മാരെ മഹാവിഷ്ണു വധിച്ചു എന്ന് നമുക്ക് ദേവി മഹാത്മ്യവും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവരുടെ മേധസ് ശരീരം കൊണ്ട് നിർമ്മിച്ചതാണ് മേദിനി എന്ന ഭൂമി എന്ന ഒരു പുരാണ കഥയുണ്ട്. അപ്പോൾ ക്ഷീരസാഗരത്തിൽ ആനന്ദശൈലിയിൽ യോഗ നിദ്ര ചെയ്യുന്ന ഭഗവാനെ ലക്ഷ്മി ദേവിയും അതുപോലെ ഭൂമിദേവിയും ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഭഗവാന്റെ പത്നിമാരാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മേദിനിയുടെ പതി, ഭൂമിദേവിയുടെ പതി എന്ന അർത്ഥം ഭഗവാന് നാമവും. ഇനി 534 നാമം ത്രിപദ. ത്രിവിക്രമൻ ആയിട്ട് ഭഗവാൻ അവതരിച്ചു, വാമനമൂർത്തിയായിട്ട്. അങ്ങനെ 3 പദവിന്യാസങ്ങളോടുകൂടി 3 ലോകവും അളന്നെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ആ വാമനാവതാര കഥയിൽ ത്രിവിക്രമൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ 3 പദവിന്യാസങ്ങളോട് കൂടിയവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ഭുവനങ്ങൾക്കും ഉപരിയായിട്ട് വൈകുണ്ഠത്തിൽ വസിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ത്രിപദ എന്ന് പറയുമ്പോൾ ഈ 3 പദങ്ങൾ ഭൂമി, സ്വർഗം, പാതാളം, ഈ 3നും മുകളിലാണ് വൈകുണ്ഠം, കുണ്ഠതകളില്ലാത്ത ലോകം, അവിടെ വസിക്കുന്ന ഭഗവാൻ എന്നും അർത്ഥം. ഇനി ഓം തത്സത് എന്ന ബ്രഹ്മവാചിയായ മന്ത്രം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഭഗവാനെ കുറിക്കുന്നതാണ് ഓം തത്സത്. അതാണ് ഈ 3 നാമങ്ങൾ കൊണ്ട് ബ്രഹ്മജ്ഞാനികളും വേദങ്ങളും യജ്ഞങ്ങളും വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 നാമങ്ങൾ ഓം തത് സത് എന്നുള്ള ഈ 3 നാമം കൊണ്ടാണ് ബ്രഹ്മജ്ഞാനികളും വേദങ്ങളും യജ്ഞങ്ങളും വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഗീതയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ത്രിപദ, ത്രിവിക്രമൻ എന്നർത്ഥം. ഇനി 535 ത്രിദശാധ്യക്ഷ. ത്രിദശൻ എന്നതിന് ദേവൻ എന്നാണ് അർത്ഥം. ബാല്യം, കൗമാരം, യൗവനം എന്നീ 3 ദശകളിൽ, അതാണ് 3 ദശകൾ ത്രിദശ. അതിൻ്റെ അധ്യക്ഷൻ
അതിൽ യൗവനം മാത്രമുള്ള ബാല്യം, കൗമാരം, യൗവനം എന്ന 3 ദിശകളെടുത്താൽ അതിൽ മൂന്നാമത്തെ ദശയായിട്ടുള്ള യൗവനം മാത്രമുള്ളവൻ ഭഗവാൻ. അപ്പോൾ ഭഗവാന് നിത്യ യൗവനമാണ് ഭഗവാന്. അങ്ങനെ നിത്യയൗവനമുള്ള ദേവന്മാരുടെ അധ്യക്ഷനാണ് ഭഗവാൻ. അതാണ് വിഷ്ണു ഭഗവാൻ. ഇനി അടുത്തത് 536ാമത്തെ നാമം മഹാശൃംഗ. മത്സ്യാവതാരം പറയുമ്പോൾ മത്സ്യരൂപം ഭഗവാൻ ധരിച്ച് തൻ്റെ മഹാശൃംഗത്തിൽ ഒരു വലിയ ഒരു മത്സ്യത്തിൻ്റെ രൂപം ധരിക്കുക. അവിടെ ഒരു കൊമ്പ് പോലെയുണ്ട്. അതിലാണ് ഒരു വലിയ നൗകയിൽ, ഒരു വലിയ തോണിയിൽ നൗകയെ ഈ ഒരു മത്സ്യത്തിൻ്റെ ആ ഒരു കൊമ്പിൽ കെട്ടിയിട്ട് മഹാപ്രളയം വന്നപ്പോൾ ആ സമുദ്രത്തിൽ ഭഗവാൻ ക്രീഡിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, ആ നൗക ഭൂമിയുടെ പ്രതീകമാണ് എന്നും പറയുന്നു. അങ്ങനെ ആ രൂപത്തിൽ വന്ന ഭഗവാൻ, മത്സ്യ അവതാര കഥയിൽ മത്സ്യത്തിൻ്റെ രൂപത്തിൽ വന്ന ഭഗവാൻ, അതാണ് മഹാശൃംഗമുള്ള ഭഗവാൻ. അതുപോലെ വരാഹമൂർത്തിയായിട്ട് തേറ്റ, അതൊരു ശൃംഗം തന്നെയാണ്. അപ്പോൾ മത്സ്യമായിട്ട് മത്സ്യാവതാരത്തിലും വരാഹാവതാരത്തിൽ തൻ്റെ തേറ്റമേലിങ്ങനെ ഭൂമിദേവിയെ എടുത്ത് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ശൃംഗ എന്ന ശബ്ദം ഇങ്ങനെ 2 അവതാര കഥയെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ആ ഒരു തേറ്റയിൽ ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു രീതിയിലും പറയുന്നു. അപ്പോൾ ശൃംഗ എന്ന ശബ്ദത്തിന് പ്രഭുത്വം, ആധിപത്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും മഹാപ്രഭുവും അധിപനും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ അധിപതി ആയിട്ടുള്ള ഭഗവാൻ എന്ന അർത്ഥത്തിൽ മഹാശൃംഗ അല്ലെങ്കിൽ മഹാശൃംഗൻ എന്ന് ഭഗവാന് നാമം. ഇനി 537ാമത്തെ നാമം കൃതാന്തകൃത്. കൃതത്തിൻ്റെ കാര്യരൂപമായ ജഗത്തിൻ്റെ അന്തം സംഹാരം ചെയ്യുന്നവൻ ഭഗവാൻ. കൃതാന്തൻ എന്ന് പറയുമ്പോൾ കൃതത്തിൻ്റെ അന്തം അല്ലെങ്കിൽ ജഗത്തിൻ്റെ അന്തം എന്ന് പറയാം. ജഗത്തിൻ്റെ അവസാനം, അതായത് പ്രളയം അല്ലെങ്കിൽ മൃത്യു, അതിനെ ചെയ്യുന്നവൻ അല്ലെങ്കിൽ കൃന്ദനം ചെയ്യുന്നവൻ, നശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. കൃതാന്തകൃത് എന്ന് പറയുമ്പോൾ ജഗത്തിൻ്റെ അന്തം അല്ലെങ്കിൽ സംഹാരം ചെയ്യുന്നവൻ എന്ന് ഉള്ള ഒരർത്ഥത്തിലാണ് കൃതാന്തകൃത്. കൃതത്തിൻ്റെ അന്തം ചെയ്യുന്ന ആൾ, അന്തകൃത്, അതാണ് കൃതാന്തകൃത്, കൃതാന്തൻ. ഇനി 538ാമത്തെ നാമം മഹാവരാഹ. മഹത്തായതും ഏറ്റവും വലുതായതുമായ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലുതായിട്ടുള്ളതും മഹത്തായിട്ടുള്ളതുമായ വരാഹമൂർത്തിക്ക് വലിയ രൂപമാണ്. അപ്പോൾ വലിയ രൂപത്തിൽ ഭഗവാൻ 2-3 സമയത്ത് അവതരിച്ചിട്ടുണ്ട്. അതായത് ത്രിവിക്രമനായിട്ട് മഹാബലിക്ക് മുമ്പിൽ 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് വലിയ രൂപത്തിൽ, അതുപോലെ തന്നെ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോഴും വലിയ രൂപത്തിലാണ് അവതരിച്ചിട്ട് തൻ്റെ തേറ്റമേൽ ഭൂമിയെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നത് രസാതലത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മഹത്തായതും ഏറ്റവും വലുതുമായ വരാഹമൂർത്തിയായിട്ട്. അപ്പോൾ വരാഹമൂർത്തിയുടെ ആ ഒരു നാമം കാണിക്കുന്നതാണ് മഹാവരാഹ. മഹത്തായതും വലുതായതുമായ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ. ഇനി 539 ഗോവിന്ദ. ഗോ എന്ന് പറയുമ്പോൾ വാക്കുകളിലൂടെ അറിയപ്പെടുന്നവനാണ് ഭഗവാൻ. അതുപോലെ കാരണം വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളൊക്കെ ഭഗവാനെ വാഴ്ത്തുന്നു. അപ്പോൾ ആ ഭഗവാനെ അറിയാൻ വേദങ്ങൾ വേണം. അപ്പോൾ വേദങ്ങളിലൂടെ അറിയപ്പെടുന്ന വാക്ക്, ആ വിത് എന്ന് പറയുമ്പോൾ അറിയപ്പെടുക. ഗോ പ്ലസ് വിതാണ് ഗോവിന്ദ. അപ്പോൾ വാക്കുകളിലൂടെ അറിയപ്പെടുന്നവൻ, അതായത് വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ ഭഗവാൻ എന്ന് അർത്ഥം. ഇനി അടുത്തത് നാമം 540 സുഷേണഹ. സു പ്ലസ് സേന എന്നാണ് സുഷേണ. സു എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായ, സേനയുള്ളവൻ. സു പ്ലസ് സേന സുഷേണ. ശ്രേഷ്ഠമായ സേനയുള്ളവൻ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സേന എന്ന് പറയുന്നത്
എന്ന് പറയുന്നത് ആയുധങ്ങളാലല്ല, ഋഷിമാരാലും തപസ്വികളാലും ശ്രേഷ്ഠന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരാലും ഒക്കെ തന്നെ സമ്പുഷ്ടമാണ് ഭഗവാന്റെ സേന. അപ്പോൾ ഭഗവാന്റെ സേനയോട് എതിരിടണമെങ്കിൽ അറിവാണ് വേണ്ടത് എന്ന് പറയും. അതുകൊണ്ട് ആസുരിക ശക്തികളെ നശിപ്പിക്കാൻ ഭഗവാൻ തൻ്റെ സേനാബലം ഉപയോഗിക്കുന്നു. അതുപോലെ ഭഗവാന്റെ സേന എന്ന് പറയുന്നത് ദൈവീക സമ്പത്താണ്. അപ്പോൾ ഈ 16ാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ 1, 2, 3 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, അഭയം സത്വ സംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തി അപൈഷുനം ദയാഭൂതേഷു അലോലുപ്തം മാർദ്ദവം ഹ്രീ ആപാചലം തേജക്ഷമാ ധൃതിശൗചം അദ്രോഹനാദിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം ഭഗവാന്റെ എന്താ പറയുക ദൈവീക സമ്പത്തുകളാണ്. അഭയം എന്നും സത്വം, ജ്ഞാനം, അതുപോലെ ദാനം, ദമം, യജ്ഞം, സ്വാധ്യായം, തപസ്, ആർജവം, ഇങ്ങനെ തുടങ്ങി അതിൽ കുറേ പറയുന്നുണ്ടല്ലോ. അഹിംസ, ത്യാഗം, ശാന്തി, ഹ്രീ, ഇതെല്ലാം തേജസ്, ക്ഷമ, ധൃതി, ഇതെല്ലാം ദൈവീക സമ്പത്തുകളാണ്. ഇതെല്ലാം ഭഗവാന്റെ സേനയാണ്. അപ്പോൾ ഭഗവാന്റെ സേന എന്ന് പറയുന്ന ആയുധങ്ങളല്ല സമ്പുഷ്ടം, അത് ദൈവീകമായിട്ടുള്ള പല കാര്യങ്ങളാലാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ മഹാസേന എന്ന് പറയുന്നത് ഋഷിമാരും തപസ്വികളും അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ ചേർന്ന ദൈവിക സമ്പത്തുകളാണ് ഭഗവാന്റെ സേനയിലുള്ളത്. അതിനെ ആസുരിക ശക്തികൾ നശിപ്പിക്കാനാണ് ഭഗവാന്റെ സേന എപ്പോഴും തൻ്റെ സേനാബലം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഭഗവാൻ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നതും അവർക്ക് മോക്ഷം കൊടുക്കുന്നതൊക്കെ നമ്മൾ പല പല കഥകളിലൂടെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ അതാണ് ഭഗവാൻ സുഷേണ, അതായത് ശ്രേയസ്സു പ്ലസ് സേന, അതായത് ശ്രേഷ്ഠമായ സേനയോട് കൂടിയവൻ ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ശക്തി സേനകളാണ്. അതുകൊണ്ട് ഭഗവാന് സുഷേണൻ എന്ന നാമം. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഭാഗം 531 തൊട്ട് 540 വരെയാണ്. നമ്മളപ്പോൾ നോക്കിയ ഭാഗത്ത് വരുന്ന ശ്ലോകം, മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദശ്രിദശാധ്യക്ഷോ മഹാശങ്ക കൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണക്കനഗാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്ര ഗദാധര. ഇത്രയും ശ്ലോകങ്ങളുടെ അകത്ത് വരുന്ന 531 മുതൽ 540 വരെയുള്ള നാമങ്ങളാണ് നമ്മളത് നോക്കിയത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു നാമങ്ങൾ അത് ജപിക്കുന്നതിലൂടെ ആരോഗ്യം, അതുപോലെ ശരീരം സുഖവുമൊക്കെ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഓം തത്സത്.